ഇതൊന്നും കണ്ട് നീ വിഷമിക്കണ്ട. ഒന്നും അവസാനിച്ച് ഒന്നും കരുതുകയും വേണ്ട. എനിക്ക് മനസ്സിലായില്ല. എന്നേക്കുമായി ദേവമംഗലത്തുനിന്ന് പുറത്തായി എന്നാ നീ കരുതുന്നത്. നീ അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. ഞാൻ പിന്നെ എന്താ ചിന്തിക്കേണ്ടേ? അച്ഛൻ എനിക്ക് അതും കൂടി ഒന്ന് പറഞ്ഞതാ. മോളെ, നിനക്ക് ഓർമ്മയുണ്ടല്ലോ തെരുവിലെ ആ ചെറിയ വീട്ടിൽ നമ്മൾ ജീവിച്ചിരുന്ന കാലം. ആ വീട്ടിൽ നിന്ന് നിന്നെ ദേവമംഗലത്ത് എത്തിച്ചതാരാ? ഈ അച്ഛനല്ലേ? അച്ഛന്റെ ബുദ്ധിയല്ലേ? ആ ബുദ്ധിക്ക് ഇന്നും ഒരു കുറവും വന്നിട്ടില്ല. നീ സമാധാനപ്പെട്. നിന്നെ അടിച്ചിറക്കിയ ദേവമംഗലത്തുകാർ തന്നെ നിന്നെ തിരിച്ചു വിളിക്കും. അതിനുള്ള പണിയൊക്കെ ഈ അച്ഛൻ ഒപ്പിക്കും. നീ കണ്ടോ? അച്ഛന്റെ ബുദ്ധി എന്താടി ശ്രീകലേ, നിനക്കൊരു പുച്ഛം? മനുഷ്യ, ഇത്രയും കാലം നിങ്ങൾ പറയുന്ന കേട്ട് ഞാൻ ഇവിടെ നിന്നു. ഓരോ തവണയും നിങ്ങൾ ഓരോ കളികൾ കളിക്കുമ്പോഴും ഓരോ കള്ളങ്ങൾ കാണിക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒരു ദിവസം അപകടത്തിലാവുമെന്ന്. അപ്പോഴൊക്കെ നിങ്ങൾ എന്താ പറഞ്ഞത്? ഒന്നും പേടിക്കണ്ട ശ്രീകലേ, എല്ലാം ഞാൻ നോക്കിക്കോളാന്ന്. എന്നിട്ടിപ്പോ എന്തായി? നമ്മുടെ മോളെ അവരവിടെ ഇറക്കി വിട്ടില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് സമാധാനം ആയോ? ശ്രീകലേ, എടി, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും തളരാൻ പാടില്ല. എടി, സമാധാനമായിട്ട് ആ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ശരി, ഈ പ്രശ്നം നിങ്ങൾ എങ്ങനെയാ നേരിടാൻ പോകുന്നത്? എനിക്കും കൂടെ ഒന്ന് പറഞ്ഞതാ. അത് പിന്നെ എടി, എനിക്ക് കുറച്ച് സമയം താ, ഞാനൊന്ന് ചിന്തിക്കട്ടെ. എന്തെങ്കിലും ഒരു വഴി എന്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വരും. ഒന്നും ആലോചിക്കാനില്ല. എന്റെ കാര്യത്തിൽ അച്ഛനും അമ്മേനെ ഇടപെടണ്ട. ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. എടി, നീ എന്ത് ചെയ്യാനാ? നീ കരഞ്ഞ് കാല് പിടിച്ചു, എന്നിട്ട് ആരുടെയെങ്കിലും മനസ്സലിഞ്ഞോ? നിന്നെ ആരെങ്കിലും ആ വീട്ടിലേക്ക് തിരിച്ചു കയറ്റിയോ? ഇല്ലല്ലോ. ഇനി നീ ദേവമംഗലത്തേക്ക് തിരിച്ചു കയറണമെങ്കിൽ കൃത്യമായ പ്ലാനോടുകൂടി നമ്മൾ മുന്നോട്ട് പോണം. മുമ്പ് ആനന്ദ് ഇതുപോലെ നിന്നെ പുറത്താക്കിയതല്ലേ? അവസാനം ബുദ്ധിപൂർവ്വം അച്ഛൻ മോളെ ദേവമംഗലത്ത് തിരിച്ചെത്തിച്ചില്ലേ? അന്നത്തെ സാഹചര്യം വേറെ ആയിരുന്നു. ദേവി ഗർഭിണി ആയിരുന്നോണ്ട് മാത്രമാ അന്ന് ആനന്ദ് എല്ലാം ക്ഷമിച്ച് ഇവളെ കൂട്ടിക്കൊണ്ട് പോയത്. വിഷക്കുപ്പിയും കൈ പിടിച്ചോണ്ടിരുന്നതൊന്നും നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നു ബുദ്ധി പ്രയോഗിച്ചെന്ന്. അല്ല, നിങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ എന്തോ തന്ത്രം മെനഞ്ഞ് ദേവിയെ തിരിച്ചങ്ങ് കേറ്റുമെന്ന്. ആ തന്ത്രം എന്താണെന്നേ എനിക്ക് ഇപ്പൊ ഒന്ന് അറിയണം. ഞാൻ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നൊന്നും തൽക്കാലം നീ അറിയണ്ട. നമ്മുടെ മോള് ദേവമംഗലത്ത് തിരിച്ചെത്തും. ഇത്രയും മാത്രം നീ പറഞ്ഞാ മതി. മതി. എന്റെ കാര്യത്തിൽ ഇനി നിങ്ങൾ ആരും ഇടപെടാൻ നിൽക്കണ്ട. ഇതെന്റെയും എന്റെ വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നം. അത് ഞാൻ നോക്കിക്കോളാം. നിന്റെ വീട്ടുകാരോ? ആരാടി നിന്റെ വീട്ടുകാര്? ഞാനും നിന്റെ അച്ഛനും വിദ്യയും ഞങ്ങളാ നിന്റെ വീട്ടുകാര്, അല്ലാതെ ദേവമംഗലത്തുകാരല്ല. അങ്ങനെ പറയല്ലേ അമ്മ. നീ സ്വന്തം വീടിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചത് ആ വീടിനെ അല്ലേടി? എന്നേക്കാൾ കൂടുതൽ സ്നേഹവും ബഹുമാനവും നിനക്ക് ഗോമതിയുടെ ആയിരുന്നല്ലോ. നിന്റെ ബാലച്ചനോട് നിനക്ക് എന്തോരം ബഹുമാനമായിരുന്നു. ആ വീട്ടിലെ ഓരോരുത്തരെ നീ സ്വന്തം രക്തത്തെക്കാൾ കൂടുതൽ സ്നേഹിച്ചില്ലേ? എന്നിട്ടോ ഇന്ന് നീ ഓരോരുത്തരുടെ കാല് പിടിച്ച് കരഞ്ഞില്ലേ? അനിയന്മാരുടെ കാല് പിടിച്ചു, അനിയത്തിമാരുടെ കാല് പിടിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരോട് നീ യാചിച്ചില്ലേ? ഒരാളെങ്കിലും നിന്റെ ഭാഗത്ത് നിന്നോടി. ഒരാളെങ്കിലും പറഞ്ഞോടി ദേവി ഇവിടെ നിൽക്കട്ടെ എന്ന്. ആരെങ്കിലും പറഞ്ഞോടി? എന്റെ അനിയന്മാരെയും അനിയത്തിമാരെയും കുറ്റം പറയരുത്. അവരുടെ ഭാഗത്ത് ശരിയുണ്ട്. അവരെന്നെ അത്രയ്ക്കും വിശ്വസിച്ചതാ. ആ വിശ്വാസം തകർത്തത് ഞാനാ. മതി. നീ ഇപ്പോഴും അവരുടെ ഭാഗത്താ ന്യായം പറയുന്നത്.
എടി, നീ അവരെ സ്നേഹിച്ച എന്റെ പകുതിയെങ്കിലും അവര് നിന്നെ സ്നേഹിച്ചിരുന്നെങ്കിലേ നീ ഇപ്പൊ ഇവിടെ വന്നിരിക്കത്തില്ലായിരുന്നു. ഇതുവരെ തീരുമാനങ്ങൾ എടുത്തിരുന്ന നിന്റെ അച്ഛനാ. ഇങ്ങേരുടെ ബുദ്ധി അനുസരിച്ച കാര്യങ്ങൾ നടന്നോണ്ടിരുന്നത്. ആ ബുദ്ധിയുടെയൊക്കെ ഫലങ്ങൾ എന്താണെന്ന് ഇപ്പം നമ്മൾ അനുഭവിച്ചു. എന്റെ മോള് പെരുവഴിയിലായി. ഇനി നിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് ഞാനാ. ശ്രീകളെ, മിണ്ടി പോവരുത്. ഇത്രയും കാലം നിങ്ങൾ പറയുന്നത് കേട്ട് മറുത്തൊരക്ഷരം പറയാതെ ഞാൻ അനുസരിച്ചു നിന്നു. ഇനി അത് വേണ്ട. ഇന്ന് നമ്മൾ അനുഭവിച്ച അപമാനം ഈ സ്ത്രീകളെ ഒരിക്കലും മറക്കത്തില്ല. എന്റെ മോളെ ഞാൻ ദേവമംഗലത്ത് തന്നെ തിരിച്ചെത്തിക്കും. മഹാറാണിയെ പോലെ അവൾ അവിടെ ജീവിച്ചിരിക്കും. ദേവമംഗലത്തുകാരി ഇതുവരെ കണ്ടതേ നിങ്ങളുടെ ബുദ്ധിയാ. ഇനി അവര് കാണാൻ പോകുന്നതേ ഈ സ്ത്രീകളുടെ മറ്റൊരു മുഖമായിരിക്കും. ആ മുറ്റത്ത് വെച്ച് ഞാൻ വെറും വാക്ക് പറഞ്ഞതല്ല. എന്റെ മോൾ ആ മുറ്റത്ത് നിന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ മുറ്റത്ത് വെച്ച് അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി അപമാനവും കണ്ണീരും ഞാൻ ദേവമംഗലത്തുകാർക്ക് കൊടുത്തിരിക്കും. എന്നിട്ടേ ഈ സ്ത്രീകളെ അടങ്ങൂ. ബാലേട്ടാ, കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. മരുമോള് പിണങ്ങിപ്പോയല്ലേ? എന്താ, പിണങ്ങിപ്പോയോ? ആ, ഞങ്ങൾ അറിഞ്ഞു. അല്ല ബാലേട്ടാ, ആനന്ദ് ഈ മദ്യപാനമൊക്കെ എന്ന് തുടങ്ങി? ആനന്ദിന്റെ മദ്യപാനം കാരണമാ മോളെ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയതെന്ന് ആ കൊച്ചിന്റെ അച്ഛൻ നാട്ടുകാരോടൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കുടിച്ചു നശിക്കില്ലേന്ന് മോനൊന്ന് ഉപദേശിക്കു ബാലേട്ടാ. ആനന്ദിന്റെ ഭാര്യ ഒരു തങ്കക്കുടം പോലത്തെ പെങ്കൊച്ചായിരുന്നില്ലേ? ആനന്ദ് ഇങ്ങനെ കുടിയനായി പോയതുകൊണ്ടല്ലേ അതിന്റെ തന്തയും തള്ളേ അതിനെ വിളിച്ചോണ്ട് പോയത്? നമ്മള് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. ആ മരുമോള് പെങ്കൊച്ചിനെ കണ്ടിട്ടുണ്ടോ? അയ്യോ, നല്ല അടക്കോ ഒതുക്കോ ഉള്ള പാവം പിടിച്ചൊരു പെങ്കൊച്ച്. ആ കൊച്ചിന് സഹിക്കാൻ പറ്റാതായി കാണും, അങ്ങനെ പോയതോ. വാ, വെറും ഉദയനല്ല, റോഡ് ഉദയൻ. റോഡ് ഉദയനോ? അതെ സാറേ, ഫ്രോഡെന്ന് പറഞ്ഞാ ഇങ്ങനെ ഒരു ഫ്രോഡിനെ കണ്ടു കിട്ടാൻ ബുദ്ധിമുട്ടാ. അതെ, ഒന്ന് നിൽക്ക്. എന്താ? എന്നെ ഓർമ്മയുണ്ടോ? ഓർമ്മ കിട്ടുന്നില്ല. ഒരു മനുഷ്യൻ ചതിക്കപ്പെടുമ്പോ അവൻ ചതിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കാൻ ദൈവം ആരെങ്കിലും അവനടുത്തേക്ക് അയക്കും. അങ്ങനെ അവന്റെ കണ്ണ് തുറപ്പിക്കാനും രക്ഷിക്കാനും ഒക്കെ ശ്രമിക്കും. എന്റെ കണ്ണ് തുറപ്പിക്കാൻ ദൈവം അയച്ച ആ മനുഷ്യൻ നിങ്ങളായിരുന്നു. പക്ഷേ അന്ന് ഞാൻ നിങ്ങളെ വിശ്വസിച്ചില്ല. നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തി, പരിഹസിച്ചു, വേദനിപ്പിച്ചു. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു പോയതിനൊക്കെ എന്നോട് ക്ഷമിക്കണം. സുകന്യെ, എന്താ ധർമ്മേട്ട? ഞാൻ ദേവമംഗലത്തേക്കൊന്ന് പോകും. എവിടെ? ദേവമംഗലത്തേക്കോ? കള്ളനെന്ന് വിളിച്ച് ആട്ടി ഓടിച്ചെടുത്തേക്ക് തിരിച്ചു ചെല്ലാനോ? കാല് പിടിച്ച് വീണ്ടും അവിടെ പറ്റിക്കൂടാനാണോ? ധർമ്മേട്ടന് വട്ടായി പോയോ? വട്ടില്ലാത്തോണ്ടാ ഞാനീ പറയുന്നേ. അവിടെ അന്വേഷിച്ചു പോണോന്ന്. എത്ര വലിയ ദുഃഖത്തിലാണെന്ന് അറിയാമോ ദേവമംഗലം ഇപ്പോ? ഒരു മരണവീട് പോലെയാണ് ദേവിയില്ലാത്ത ദേവമംഗലം. ഈ സാഹചര്യത്തിൽ ഒന്ന് പോകേണ്ടെന്ന് മര്യാദയാണ്. ഇത്രയും കാലം അവിടുത്തെ ചോറല്ലേ ഉണ്ടത്. എങ്ങനെ?
അവിടുത്തെ ചോറ നമ്മൾ ഉണ്ടേന്നോ? ധർമ്മേട്ടന് കിട്ടേണ്ട പ്രതിഫലത്തിൽ നിന്നാ അവരുണ്ടത്. സുകന്യ, കടയിൽ നിന്ന് പണം എങ്ങനെയാ പോയെന്ന് വെളിച്ചത്ത് വന്നില്ലേ? ആ ഉദയഭാനു ആയിരുന്നില്ല എല്ലാത്തിന്റെയും പിറകിൽ. ആ ആണല്ലോ, അത് സമ്മതിച്ചല്ലോ. എന്നാ പിന്നെ കാര്യങ്ങൾ വ്യക്തമാവുന്നതിന് മുൻപ് ധർമ്മേട്ടനെ കള്ളനാക്കിയത് എന്തിനാ? യഥാർത്ഥ കള്ളനെ പിടികിട്ടിയെന്നും പറഞ്ഞ് ധർമ്മേട്ടനെ അവഹേളിച്ചത് ഇല്ലാതായി പോയതൊന്നുമില്ലല്ലോ. ധർമ്മേട്ടൻ അങ്ങോട്ട് പോണ്ട. അവിടുന്ന് ഇപ്പൊ ദേവിയെ പോയിട്ടുള്ളൂ. നോക്കിക്കോ, നാളെ മീനാക്ഷി മിത്രയും ഒക്കെ പോവും. അവിടെ വന്ന് അവസാനം ദേവമംഗലത്ത് ബാലേട്ട മാത്രമാവും. എന്താ സുകന്യേ? ഇവിടെ ഒരാൾക്ക് ദേവമംഗലത്ത് ദുഃഖവിവരം അന്വേഷിക്കാൻ പോണോന്നു. ദേവമംഗലത്ത് ദുഃഖം അന്വേഷിച്ചു പോണോന്നു? അല്ല ഏട്ടാ, ആനന്ദ് വെറും പാവല്ലേ. അവനാകെ തകർന്ന അവസ്ഥയിലായിരിക്കും. അവനെ ചെന്നുകൊണ്ട് ആശ്വസിപ്പിക്കേണ്ടത് ഒരു മര്യാദയല്ലേ? അളിനോടുള്ള വിരോധം പിള്ളേരോട് കാണിക്കുന്ന എന്തിനാ? ഇടം മണ്ട, ചുമ്മാതല്ല ഇത്രയും കാലം അവരെല്ലാം കൂടി നിന്നെ മുതലാക്കിയതും നിന്റെ അവകാശങ്ങളെല്ലാം അടിച്ചെടുത്തതും. രക്ഷപ്പെട്ടു വന്നിട്ടും വീണ്ടും പുലിമുടയെ കൊണ്ട് തലവയ്ക്കുക. ഏട്ടാ, ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. ആ, നിന്റെ ഉദ്ദേശമൊക്കെ മനസ്സിലായി. നിന്നെ അവിടുന്ന് ആരോ സ്വാധീനിച്ചിട്ടുണ്ട്. അയ്യോ, അങ്ങനൊന്നും അല്ല ഏട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അളിയനെ കാണാനല്ല പോകുന്നത്, ആനന്ദിനെയാ. എടാ ധർമ്മ, എടാ അവിടെയുള്ള ആനന്ദും ആകാശവും ആര്യനും ഒക്കെ പറഞ്ഞു വരുമ്പോ ഓരോ ബാലന്മാര് തന്നെ വിഷങ്ങളാ. എല്ലാരും കൃഷ്ണമംഗലത്തിലിട്ട് പാര വയ്ക്കുന്നവരാ. അവന്മാര് മൂന്നും കൂടി എത്ര പ്രാവശ്യം അലോകനെ തല്ലി ചതച്ചിട്ടുള്ള. നോക്ക്, ദേവമംഗലത്ത് പോയാ പിന്നെ നിന്നെ അനിയനാണെന്നൊന്നും ഞാൻ നോക്കൂല. എടാ, ഇല്ലാത്ത കാശ് കണ്ടെത്തിയാ നിനക്ക് പോയി കടയിടാൻ പോകുന്നേ. നീയും സുകന്യയും കൂടി ആ ബിസിനസ് വളർത്തി ഈ നാട്ടിലെ ഏറ്റവും വലിയ വ്യാപാരികളാവണം. അതാ എന്റെ സ്വപ്നം. അത് നടത്തിയെടുക്കണമെങ്കിലേ ഉള്ളിലൊരു മത്സരബുദ്ധി വേണം. എടാ, ഒരു ശത്രു ഉണ്ടെങ്കിലേ അവനേക്കാൾ വലുതാവണമെന്ന് തോന്നൽ വരും. എന്റെ നിന്റെയൊക്കെ ശത്രു ദേവമംഗലമാ. അപ്പൊ നീ ദേവമംഗലത്തിന് മുകളിലെത്താൻ പരിശ്രമിക്കണം. മനസ്സിലായോ? ധർമ്മേട്ടന് വേണ്ടി ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഏട്ടനെ കിട്ടിയതില് ധർമ്മേട്ടൻ സകല ദൈവങ്ങളോടും പ്രാർത്ഥിക്കുക വേണ്ടത്. പറ, നിനക്ക് ആനന്ദിനെ കാണാൻ പോണോ? വേണ്ട. അവനെ ഒന്ന് ശ്രദ്ധിച്ചോണം. അവന്റെ മനസ്സില് ദേവമംഗലത്തുകാരോടൊരു ഇഷ്ടം വീണിട്ടുണ്ട്. ഇല്ല, ചത്താലും ഇനി അങ്ങോട്ട് തിരിച്ചു പോവാൻ ഞാൻ സമ്മതിക്കില്ല. എടാ, എടാ, നിങ്ങളെന്തിനാ വിഷമിക്കുന്നേ? അവള് പോയതുകൊണ്ടാണോ? എടാ, നന്നായി. ഇതുകൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് ഏട്ടൻ കരുതുന്നുണ്ടോ? അവസാനിക്കാതെ പിന്നെ? ഏട്ടാ, ആ ഉദയഭാനുവിന്റെ സ്വഭാവം വെച്ച് അയാൾ അടങ്ങിയിരിക്കില്ല. അതെനിക്കറിയാം. അയാളുടെ സകല കളികളും കണ്ടിട്ടുള്ളവർത്തും തന്നെയാ ഞാൻ. പക്ഷേ ഇനി എന്നെ പറ്റിക്കാൻ അയാൾക്ക് അയാളുടെ മോൾക്കും പറ്റില്ലടാ. ഏട്ടാ, ഏട്ടൻ ഇതൊക്കെ ഇത്രയും കാലം എങ്ങനെ സഹിച്ചു? അത് ആലോചിക്കുമ്പോഴാ. അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? സത്യങ്ങൾ അറിയുന്ന നിമിഷം നമ്മുടെ അച്ഛനും അമ്മയും തകർന്നു പോകുന്ന എനിക്കറിയായിരുന്നു. അവരൊന്നും അറിയരുതെന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് ഞാൻ തന്നെയാ. ഞാൻ എത്ര വേദനിച്ചാലും എന്റെ അച്ഛൻ സങ്കടപ്പെടരുത്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. എടാ, പക്ഷെ നമ്മുടെ മാമൻ കൂടെ ഇവിടുന്ന് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം വന്നപ്പോ ഞാനൊന്നും നോക്കിയില്ല. ഇനി അവൾ ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. മാമൻ മാമ, മാമ, നിങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ തെളിയിച്ചു മാമ. മാമൻ നിരപരാധിയാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി.
ഇനിയും മാമൻ കൃഷ്ണമംഗലത്തിൽ നിൽക്കരുത്. മാമൻ ഇങ്ങോട്ട് തിരിച്ചു വാ. ഞാൻ നിരപരാധിയാണെന്ന് നീ തെളിയിച്ചു അല്ലേ? അതെ മാമ. ഞാൻ ആ പണം മോഷ്ടിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്കൊക്കെ തെളിവ് വേണമായിരുന്നല്ലേ? മാമ അങ്ങനെ ഉദ്ദേശിച്ചല്ല. ഒന്നും വേണ്ട, പറയണ്ട. തെളിവ് കിട്ടിയല്ലോ അല്ലേ? ഇപ്പൊ മനസ്സിലായോ? ധർമ്മൻ ആരുടെയും 10 പൈസ മോഷ്ടിച്ചിട്ടില്ലെന്ന്. വേണ്ട, ധർമ്മ എന്ന് വിളിച്ചാലേ എന്തോ ചേച്ചി എന്ന് വിളിച്ച് ഓടി വരുന്നൊരു ധർമ്മൻ ഉണ്ടായിരുന്നു. മണ്ടനായ ആ ധർമ്മനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്കിപ്പോ സഹതാപമാ. ആനന്ദേ, ഞാൻ കള്ളനെല്ലാം തെളിയിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അത് തെളിയിക്കാൻ ഇറങ്ങി എന്തിനാടാ നീയായിട്ട് നിന്റെ ജീവിതം നശിപ്പിച്ചേ? വേണ്ടായിരുന്നടാ. മാമ ദേവമംഗലത്തിന്റെ പടിയിറങ്ങുമ്പോ ഒരാള് പോലും എന്നെ ഒന്ന് വിശ്വസിച്ചില്ലല്ലോ എന്ന വേദനയോടെയാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. എടാ, ദേവിയെ ഞാൻ ന്യായീകരിക്കുകയോ അവളുടെ ഭാഗം പറയുകയല്ല. അവളുടെ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ശരിയുണ്ടാവുമെന്ന് എനിക്ക് തോന്നി. ചിലപ്പോ അതെന്റെ സംശയമായിരിക്കും. എനിക്ക് വലിയ ബുദ്ധിയും ബോധമൊന്നും ഇല്ലല്ലോ. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഒന്നും കഴിക്കാതിരുന്ന എങ്ങനെയാ ശരിയാവുന്നേ? എന്തെങ്കിലും ഒന്ന് കഴിക്കേ. ദാ മോളെ, എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറയല്ലേ. നീ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? എന്നെ ഈ അവസ്ഥയിലാക്കിയത് ആരാ? മോളെ, സംഭവിച്ചു പോയ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. ഇനി അതൊന്നും ആർക്കും മാറ്റാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ വെറുതെ സംഭവിച്ചതാണോ? അല്ലല്ലോ. സ്വന്തം മോള് നല്ലൊരു കുടുംബത്തിൽ സന്തോഷമായിട്ട് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ഏതൊരു അച്ഛനമ്മമാർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അച്ഛൻ്റെ അവസ്ഥ മോക്ക് അറിയാമല്ലോ. വലിയൊരു തുക സ്ത്രീധനം കൊടുക്കാനോ ഇട്ട് മൂടാനുള്ള സ്വർണം കൊടുക്കാനോ അച്ഛൻ്റെ കയ്യിലുണ്ടോ? അച്ഛൻ്റെ കയ്യിൽ ആകെ ഉള്ളത് കുറച്ച് കള്ളത്തരങ്ങൾ മാത്രം അല്ലേ? അതല്ലേ അച്ഛന് സ്വന്തമായിട്ടുള്ളത്? മോളെ, നിന്റെ നല്ല ഭാവിക്ക് വേണ്ടി മിണ്ടി പോരുത്. അനുഭവങ്ങളാ തെറ്റുകളിൽ നിന്നും മനുഷ്യരെ തിരുത്തുന്നത്, നല്ല വഴിക്ക് നടത്തുന്നത്. ഒരിക്കൽ ഇതുപോലെ എന്റെ ജീവിതം അവസാനിച്ചൊരു ഘട്ടം എത്തിയതാ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഗതിയില്ലാതെ തിരിച്ചെത്തിയതാ. അവിടുന്ന് ദൈവമായിട്ടാ എന്നെ ആ വീട്ടിലേക്ക് തിരിച്ചെത്തിച്ചത്. അപ്പോഴെങ്കിലും നിങ്ങൾ മാറുമെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ പൊന്നു മോളെ, അതിനുശേഷം അച്ഛൻ ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ല. അച്ഛന് നാണമില്ല അച്ഛാ എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ? ഒരു കള്ളത്തരം അച്ഛൻ കാണിച്ചിട്ടില്ല. ഇല്ല, അച്ഛൻ നന്നായി മോളെ. സത്യോ മോളെ? അച്ഛൻ നന്നായില്ലേ? നല്ലവനായില്ലേ? അച്ഛൻ ഒറ്റ ഒരാള് കാരണോ ആ മാമൻ കള്ളനായത്. ചങ്ക് പൊട്ടിയാ ആ ദേവമംഗലത്ത് ആ മനുഷ്യൻ ഇറങ്ങിപ്പോയത്. ആ മനുഷ്യന്റെ കണ്ണീരാ എന്നെ ഇവിടം വരെ എത്തിച്ചത്. മോളെ, അത് പിന്നെ നിങ്ങൾക്ക് നാണക്കേട് തോന്നില്ലേ നിങ്ങളെ തന്നെ ഓർത്തിട്ട്?
ഇത്രയുണ്ടോ മനുഷ്യര്? ദൈവം എന്നൊരാളുണ്ടച്ചാ. പാടത്ത് ജോലി വരമ്പത്ത് കൂലിന്ന് അച്ഛൻ കേട്ടിട്ടില്ലേ? നമുക്കിപ്പൊ കിട്ടിയത് അതാ. ഞങ്ങളുടെയൊക്കെ മുമ്പിൽ മാമൻ എത്രമാത്രം അപമാനിക്കപ്പെട്ടോ അതിന്റെ ഇരട്ടി ആ മുറ്റത്ത് വെച്ച് നമ്മൾ അപമാനിക്കപ്പെട്ടില്ലേ? അച്ഛന്റെ പ്രവൃത്തിക്ക് ദൈവം തന്ന ശിക്ഷ അത്. മോളെ, രണ്ടറ്റും കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയില് അച്ഛനൊരബദ്ധം. പോരുത്, ഇറങ്ങി പോവാൻ ഇവിടുന്ന്. മോളെ, നീ ഒച്ചെടുക്കല്ലേ, പുറത്ത് ആരോ വന്നിട്ടുണ്ട്. ഒച്ച ഉണ്ടാക്കല്ലേ. നിന്റെ അനിയത്തിക്ക് വേണ്ടി ഞാൻ പറയുന്നത് അനുസരിക്കാൻ നീ ഇപ്പൊ തയ്യാറാവണം. നമുക്ക് എങ്ങനെയെങ്കിലും വിദ്യമുള്ള കല്യാണം നടത്തിയേ പറ്റൂ. അത് നടക്കണമെങ്കിൽ നീ ഞങ്ങളോട് സഹകരിക്കണം. ദേവി, ഇവളിതെവിടെ പോയി? മോളെ, മോളെ, ദേവി, ദേവിയെ മുറിയിൽ കാണുന്നില്ല.